സാമൂഹിക പ്രസക്തിയുള്ളൊരു സിനിമ, ഒരു സബ്ജക്റ്റ് ഏറ്റെടുത്ത് അത് സംവിധാനം ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്ന അനുരാജ് മനോഹർ. അതുപോലെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു കമേഴ്ഷ്യൽ സിനിമ എന്നതിലുപരി ആ സിനിമ പ്രേക്ഷകരോട് സംസാരിക്കണം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ താൻ ചെയ്യുന്ന സിനിമ ജനങ്ങളോട് വിളിച്ച് പറയണം എന്ന് പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ മുന്നോട്ട് വന്ന ടിപ്പു ആൻഡ് ഷിയാസ് ആൻഡ് ടോബി. ARM പോലൊരു ഹ്യൂജ് കമേഴ്ഷ്യൽ സക്സസിന് ശേഷം ഇങ്ങനൊരു സോഷ്യൽ ഇഷ്യൂ ഡീൽ ചെയ്യുന്നൊരു സിനിമയ്ക്ക് കൈകൊടുത്ത് മുന്നോട്ട് വന്ന്, ഇതൊരു ബിഗ് സ്കെയിൽ സിനിമയല്ലെങ്കിൽ പോലും ഇത് പറയുന്നൊരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി മുന്നോട്ട് വന്ന് ഈ സിനിമയ്ക്ക് കൈകൊടുത്ത് ഇങ്ങനൊരു സിനിമ ചെയ്തതിന് ആൻഡ് എനിക്ക് തോന്നുന്നു, ഞാൻ സിനിമ കണ്ടതാണ്, ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് യുവർ ഫൈനസ്റ്റ് പെർഫോമൻസസ് ടു ഡേറ്റ്. ഇതിനെക്കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആസ് എൻ ആക്ടർ 25 വർഷമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. പക്ഷേ ടോബി ഓരോ കഥാപാത്രത്തിലേക്കും കൊണ്ടുവരുന്ന ഒരു പാഷനുണ്ട്, ഒരു ഗ്രിറ്റ് ഉണ്ട്. ശരിക്കും അത് ടോബിയുടെ പെർഫോമൻസിൽ കാണാൻ പറ്റും, ടോബി സ്ക്രീനിൽ വരുമ്പോൾ കാണാൻ പറ്റും. അത് തന്നെ വെൻ യു ഡു ദാറ്റ്, വെൻ യു ഹാവ് ദാറ്റ് പാഷൻ ആൻഡ് ഹാർഡ് വർക്ക് ചെയ്യാൻ നമുക്കൊരു മനസ്സും കൂടെ ഉണ്ടെങ്കിൽ ഹാഫ് ദ ജോബ് ഇസ് ഡൺ. ആൻഡ് അത് ശരിക്കും നരിവേട്ട കണ്ടപ്പോൾ ഓരോ സീനിലും ഓരോ ഷോട്ടിലും എനിക്ക് തോന്നിയ കാര്യമാണ്. അതുകൂടാതെ ജേക്സ് ഇസ് വെരി ഡിയർ ടു മീ. ജേക്സ് സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാൻ ജേക്സിനെ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു, ജേക്സ് ഒരു പാട്ട് ഞാൻ കേട്ടല്ലോ, അതെനിക്കൊന്ന് അയച്ചിരുന്നു, ഒന്ന് കേൾക്കാനാണെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഓർമ്മയില്ല ഒരു സോങ് ആണെന്ന്, ബട്ട് തമിഴ് സോങ് ഐ ഡോണ്ട് റിമെമ്പർ, ബട്ട് ദെൻ വി യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് എ ലോട്ട് ജേക്സ് സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ. ആൻഡ് അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന മറ്റ് ആർട്ടിസ്റ്റ് സുരാജ്, ആര്യ, ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെയും പേരുകൾ ഞാൻ എടുത്ത് പറയുന്നില്ല. കൺഗ്രാറ്റുലേഷൻസ് ടു എവറിബഡി. ആൻഡ് ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ടീമിനും എൻ്റെ ആശംസകളും ഭാവുകളും ഞാൻ നേർന്നുകൊള്ളുന്നു.